ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 57. വമിനൽ മുഹിമ്മി അയ്ളൻ, വീണ്ടും മുഖ്യമായ വിഷയത്തിൽപ്പെട്ടതാണ്. മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ ഈ ഹദീസിന്റെ ഫന്നിൽ മഖ്സൂദായ മുഹിമ്മായ വിഷയത്തിൽപ്പെട്ടതാണ് മഅരിഫത്തു മവാലീദിഹിം, ആ റാവികളുടെ മൗലിദ്, അവരുടെ ജനന ഡേറ്റ്, താരീഖ് അറിയുക. അതുപോലെ തന്നെ വഫിയാത്തിഹിം, അവരുടെ മരണ സമയങ്ങളും, വഫാത്തും ജനനവും അത് അറിയുക. കാരണം അന്നബി മഅരിഫത്തിഹിമ, ആ മവാലീദും വഫിയാത്തും ഒക്കെ അറിയുന്നത് കൊണ്ടാണ് യഹ്സുലുൽ അംനു, അതുകൊണ്ട് കരസ്ഥമാകും. അൽ അംനു, നിർഭയത്വം കരസ്ഥമാകും. എന്തിൽ നിന്നുള്ള നിർഭയത്വം? മിൻ ദഅവൽ മുദ്ദഇ, ഒരു വാദിക്കുന്ന ആളുടെ വാദത്തിൽ നിന്ന്. എന്തിനെ വാദിക്കുക? ലിഖാഇ ബാദിഹിം, ആ റാവികളിൽ നിന്ന് ചിലരെ കണ്ടു, സഹാബത്തിനെ അല്ലെങ്കിൽ താബീനെയൊക്കെ കണ്ടു എന്ന് വാദിക്കുന്ന വാദത്തിൽ നിന്ന്. ഏത് നിലയിൽ? വഹുവ ഫീ നഫ്സിൽ അംറി, ആ വാദം നഫ്സുൽ അംറി ലൈസ കദാലിക, ആ ദാഇ മുദ്ദഇ വാദിക്കുന്നത് പോലെ അല്ല. അപ്പം ചുരുക്കത്തില് കണ്ടിട്ടില്ലാത്ത ആളുകളെ കണ്ടു എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആ മുദ്ദഇയുടെ വാദത്തിൽ നിന്ന് നിർഭയത്വം ഹാസിലാകണമെങ്കിൽ ഈ റാവികളുടെ മവാലിദും വഫയാത്തും ഒക്കെ അറിയണം. അറിഞ്ഞാൽ അതിന് സാധിക്കും. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. അവിടെ മുഹഷി എഴുതി കമദ്ദഅഹു ഖദിദ്ദഅ ഖൗമുൻ അർ-റിവായത അൻ ഖൗമിൻ, ഒരു ഖൗമിനെ തൊട്ട് റിവായത്തിനെ ഒരു ഖൗമ് വാദിച്ചു. ഫനദറൽ മുഹഖിഖൂന ഫി താരീഖി, അപ്പോൾ മുഹഖിഖീങ്ങൾ താരീഖ് നോക്കിയപ്പോൾ ായി അന്നഹും സഅമു അർ-റിവായത അൻഹും ബഅദ വഫയാതിഹിം, അവരെ വഫാത്തായതിനു ശേഷമാണ് അവരെ തൊട്ട് ഈ റിവായത്തിനെ ഇവർ വാദിച്ചിട്ടുള്ളത് എന്ന്. അപ്പോ ഈ മവാലിദും വഫയാത്തും ഒക്കെ അറിയുമ്പോൾ ഈ അംന എന്ത് ചെയ്യും? കരസ്ഥമാകും. ഇനി വമിനൽ മുഹിമ്മി അയ്ളൻ, വീണ്ടും മുഖ്യമായ വിഷയത്തിൽപ്പെട്ടതാണ് മഅരിഫത്തു ബുൽദാനിഹിം, ആ റാവികളുടെ നാടുകളെ കുറിച്ച് അറിയുക. ഔതാനിഹിം, അവരുടെ വതനുകൾ, അവരുടെ താമസ സ്ഥലങ്ങൾ. അത് ബുൽദാനിനേക്കാൾ ആമാണ് ഔതാൻ എന്നുള്ളത്, ആമാണ്. ഒരു ആൾക്ക് ഒരു പലതേ ഉണ്ടാവുള്ളൂ, പക്ഷെ വതനുകൾ പലതും ചിലപ്പോൾ ഉണ്ടാവും. ഫായിദത്തുഹു, ഈ ബുൽദാനും ഔതാനും ഒക്കെ അറിയുന്നതിന്റെ ഫായിദ അൽ അംനു മിൻ തദാഖുലിൽ ഇസ്മൈനി, രണ്ട് ഇസ്മുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രവേശിക്കുന്നതിൽ നിന്ന് നിർഭയത്വം കിട്ടലാണ്. ഇദത്തഫഖ, എങ്ങനത്തെ രണ്ട്? എപ്പോ? ഇദത്തഫഖ, ആ രണ്ട് ഇസ്മുകളും എഴുത്തിലും ലഫ്ളിലും ഒരേപോലെയായ. ലാക്കിൻ ഇഫ്തറക ബിൻ നസബി, നസബ കൊണ്ട് എന്തായിട്ടുണ്ട്? വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എഴുത്തിൽ രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് റാവികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തദാഖുലായി വരുന്നതിൽ നിന്ന് നിർഭയത്വം കിട്ടാൻ വേണ്ടി അവരുടെ സ്ഥലവും അവരുടെ താമസ സ്ഥലവും ഒക്കെ അറിഞ്ഞാൽ അതിൽ നിന്ന് നിർഭയത്വം ഉണ്ടാവും. വമിനൽ മുഹിമ്മി, അതുപോലെ തന്നെ അയ്ളൻ, വീണ്ടും മുഖ്യമായ വിഷയമാണ്, വിഷയത്തിൽപ്പെട്ടതാണ് മഅരിഫത്തു അഹ്വാലിഹിം, ആ റാവികളുടെ ഹാലുകൾ, അവസ്ഥകൾ അറിയുക. എങ്ങനത്തെ? എന്തിനാൽ? തഅദീലൻ വ തജ്രീഹൻ വ ജഹാലത്തൻ, ആ റാവിയുടെ നീതി, തഅദീൽ, അതുപോലെ തന്നെ ആ റാവിയിലുള്ള ന്യൂനത, തജ്രീഹ്, അതുപോലെ ജഹാലത്തൻ, റാവിയിലുള്ള ജഹല്,
അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളാലുള്ള അഹ്വാലുകൾ, റാവികളുടെ അഹ്വാലുകൾ അറിയുക, അത് മുഖ്യമായ വിഷയമാണ്. കാരണം അന്ന റാവിയ, തീർച്ചയായും ഒരു റാവി, ഇമ്മ അൻ യുറഫ അദാലത്തുഹു, ഒന്നുകിൽ അയാളുടെ നീതി അറിയപ്പെടും, ഔ യുറഫു ഫിസ്കുഹു, അല്ലെങ്കിൽ അയാളുടെ ഫിസ്കിനെ അറിയപ്പെടും, ഔ ലാ യുറഫു ഫീഹി ശൈഉം മിൻ ദാലിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നും തന്നെ അയാളിൽ അറിയപ്പെടുകയില്ല. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരും. അപ്പോൾ അതൊന്നും തന്നെ അറിയപ്പെടാതിരിക്കാൻ ആള് ഈ ഒന്നുകൊണ്ട് മഷ്ഹൂർ അല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഒന്നും അറിയപ്പെടാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റാവികളുടെ അഹ്വാലുകൾ തഅദീൽ, തജ്രീഹ്, ജഹാലത്ത് എന്ന നിലയ്ക്ക് അറിയണം. വമിൻ അഹമ്മി ദാലിക ബഅദൽ ഇത്ലാഇ, ഇങ്ങനെ റാവികളുടെ അഹ്വാലുകളിലേക്ക് ഇത്ലാ ആയതിന് ശേഷം ഈ തഅദീൽ, തജ്രീഹിൽ അതിൽ ഏറ്റവും മുഹിമ്മായിൽപ്പെട്ടതാണ് മഅരിഫത്തു മറാത്തിബിൽ ജർഹി വ തഅദീൽ, ഈ ജർഹ് തഅദീലിന്റെ മർത്തബകളെ അറിയുക എന്നുള്ളത്. അത് ഈ പറഞ്ഞ റാവികളുടെ തഅദീൽ, തജ്രീഹ്, ജഹാലത്തിനുള്ള അഹ്വാലുകൾ അറിയുന്നതിൽ ഉള്ള മുഖ്യമായ കാര്യത്തിൽപ്പെട്ടാണ്. അതാ വമിൻ അഹമ്മി ദാലിക ബഅദൽ ഇത്ലാഇ, ഈ പറഞ്ഞ തഅദീൽ, തജ്രീഹിലുള്ള അവരുടെ അഹ്വാലിലേക്ക് ഇത്ലാ ആയതിനു ശേഷം അതിന്റെ മർത്തബകൾ അറിയുക. അതാ മഅരിഫത്തു മറാത്തിബിൽ ജർഹി വ തഅദീൽ. കാരണം മർത്തബകൾ അറിയാമെന്ന് പറയാൻ കാരണം അന്നഹും, ആ റാവികൾക്ക്, അത് യുജ്രിഹൂന ശഖ്സ, അവർ അല്ലെങ്കിൽ ഈ അന്നഹും എന്ന് പറഞ്ഞാൽ ഈ ജർഹ് തഅദീലിന്റെ റാവികളെ കുറിച്ച് ജർഹ് തഅദീൽ പറയുന്ന ആളുകൾ അത് യുജ്രിഹൂന ശഖ്സ, ചിലപ്പോ എന്ത് ചെയ്യും, ഒരു വ്യക്തിയെ അവര് ജർഹ് പറയും, അവര് ന്യൂനത പറയും, ബിമാ, ഒന്നുകൊണ്ട്. എങ്ങനത്തെ ഒന്നാണ്? ലാ യസ്തൽസിമു, ആ ഒന്ന് ലാസിമാക്കുകയില്ല, റദ്ദ ഹദീസിഹി കുല്ലിഹി, അദ്ദേഹത്തിന്റെ മുഴുവൻ ഹദീസുകളെയും റദ്ദ് ചെയ്യുന്നതിനെ, തള്ളിക്കളയുന്നതിനെ ലാസിമാക്കാത്തതായ ഒന്നുകൊണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ന്യൂനതകൾ പറയാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ മർത്തബകൾ അറിയണം. അപ്പൊ മുഴുവൻ ഹദീസിനെയും തള്ളിക്കളയുന്നതിനെ ലാസിമാക്കാത്ത നിലയ്ക്കുള്ള ന്യൂനതകൾ പറയും. അപ്പൊ അതുകൊണ്ട് ആ മർത്തബകൾ മനസ്സിലാക്കിയെങ്കിലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആ ഹദീസ് തള്ളണോ വേണ്ടയോ എന്ന് നോക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് ബയ്യന്ന, നമ്മൾ വിശദീകരിച്ചു, അസ്ബാബ ദാലിക, ഈ ഹദീസ് തള്ളിക്കളയുന്നതിന്റെ, റദ്ദ് ചെയ്യുന്നതിന്റെ അസ്ബാബുകൾ നമ്മൾ വിശദീകരിച്ചു. ഫീമാ മല, മുമ്പ് പറഞ്ഞതായ വിശദീകരണത്തിൽ. ഹസർനാഹ, എന്നിട്ട് ആ തള്ളിക്കളയുന്നതിന്റെ അസ്ബാബുകളെ, കാരണങ്ങളെ നമ്മൾ ക്ലിപ്തപ്പെടുത്തി. ഫി അശറത്തിൻ, 10 കാര്യങ്ങൾ മുമ്പ് എണ്ണി പറഞ്ഞിരുന്നു. വഖത്തഖദ്ദമ ശറഹുഹ, ആ 10 കാര്യങ്ങളുടെ ഷറഹും മുമ്പ്, വിശദീകരണവും മുമ്പ് എന്ത് ചെയ്തു, വ്യക്തമാക്കി. അതാ ഷറഹുക എന്ന് പറയാ തൗദീഹ മുവയ്യന മുഫസ്സലൻ, വിശദമായിട്ട് അത് മുമ്പ് വ്യക്തമാക്കി. പിന്നെ വൽ ഗറദു ഹുന, ഇവിടെ ഉള്ള ഉദ്ദേശം എന്താണ്? ഈ ജർഹ് തഅദീലിന്റെ മറാത്തിബുകളെ കുറിച്ച് പറയുന്നിടത്ത് ഇവിടുത്തെ ഉദ്ദേശം ദിക്റുൽ അൽഫാദി ദാലത്തി ഫി ഇസ്തിലാഹിഹിം അലാ തിൽക്കൽ മറാത്തിബി, ഈ ഇവരുടെ ഇസ്തിലാഹ്, ഈ മുഹദ്ദിസീങ്ങളുടെ ഇസ്തിലാഹിൽ ജറഹ് തഅദീലിന്റെ മറാത്തിബിന്റെ മേൽ അറിയിക്കുന്നതായ അൽഫാദുകളെ പറയുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. ദിക്റുൽ അൽഫാദി, അൽഫാദുകളെ പറയലാണ്. എങ്ങനത്തെ അൽഫാദ്? അദ്ദാലത്തി, അത് അറിയിക്കുന്നത് എന്തിന്റെ മേൽ അറിയിക്കുന്നു? അലാ തിൽക്കൽ മറാത്തിബി, ആ മർത്തബകളുടെ മേൽ, ആ ജർഹ് തഅദീലിന്റെ മർത്തബകളുടെ മേൽ അറിയിക്കുന്ന ലഫ്ദുകളെ പറയുക. ഫി ഇസ്തിലാഹിഹിം, അവരുടെ ഇസ്തിലാഹിൽ, അതായത് ഫി ഇസ്തിലാഹിഹിം അലാ തിൽക്കൽ മറാത്തിബി, അലാ തിൽക്കൽ മറാത്തിബി എന്നുള്ളതിന്റെ അലയുടെ താലൂക്ക് അദ്ദാലത്തിലേക്ക് ആണ്. പിന്നെ വലിൽ ജർഹി മറാത്തിബു, അപ്പോ ജറഹിനും തഅദീലിനും മർത്തബകളുണ്ട്. അപ്പൊ ജറഹിനുണ്ട് മറാത്തിബു,
ധാരാളം മർത്തബകളുണ്ട്. അടിസ്ഥാനപരമായി 3 എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അസ്വഉഹ, ആ മർത്തബകളിൽ, ജറഹിന്റെ മർത്തബകളിൽ ഏറ്റവും മോശമായത്, ഒരു റാവിയുടെ ന്യൂനത പറയുന്നതിൽ ഏറ്റവും മോശമായത് അൽ വസ്ഫു, ഒരു വിശേഷണം പറയലാണ്. അൽ വസ്ഫു ഒരു വസ്ഫാണ്. ബിമാ, ഒന്നുകൊണ്ട് ഉള്ള വസ്ഫു. എന്ത് ഇതല്ല, ആ ഒന്ന് അറിയിച്ചു. എന്തിന്റെ മേൽ അറിയിച്ചു? അലൽ മുബാലഗത്തി ഫീഹി, ആ ജറഹിലുള്ള മുബാലഗത്തിന്റെ മേൽ അറിയിച്ചു. അപ്പോ അത്രത്തോളം മോശമാണ് എന്നതിന്റെ മേല് അറിയിക്കുന്ന വസ്ഫു പറയുക. അതാണ് ജറഹില് ഏറ്റവും മോശമായ മർത്തബ. അസ്റഹു ദാലിക, അങ്ങനെ ഈ മുബാലഗത്തിന്റെ മേൽ അറിയിക്കുന്നതായ വസ്ഫുകളിൽ ഏറ്റവും സരീഹായ വസ്ഫ് എന്ന് പറയുന്നത് അത്തഅബീറു ബി അഫ്അല, ഇസ്മു തഫ്ദീലിന്റെ സീഗ കൊണ്ട് ഇബാറത്തിടലാണ്. ഏതുപോലെ? അക്ദബിന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ അയാൾ ഏറ്റവും കള്ളം പറയുന്നവനാണ് എന്ന് പറയാം. വഖദായി, അപ്രകാരം തന്നെ ഖൗലുഹും, അവരുടെ വാക്ക്. എന്ത്? ഇലൈഹിൽ മുന്തഹാ ഫിൽ വളഇ, കളവ് നിർമ്മിച്ചുണ്ടാക്കുന്നതിൽ അയാളിലേക്കാണ് അതിന്റെ ഓയത്ത്, അതിന്റെ നിഹായത്ത്. അയാളെ പോലെ കളവ് പറയാൻ പറ്റിയ വേറെ ഒരാളില്ല എന്നർത്ഥം എന്നൊക്കെ പറയും. ഇലൈഹിൽ മുന്തഹാ ഫിൽ വളഇ ഔ ഹുവ റുക്കുനുൽ കദിബി, അല്ലെങ്കിൽ അവൻ കളവിന്റെ റുക്കിനാണ്, മമ്പ ആണ്, അതിന്റെ മാദിനാണ്. അതായത് കളവ് അവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്നർത്ഥം. ആ നിലയ്ക്ക് കളവിന്റെ ഉറവിടമാണ് അവന് എന്നൊക്കെ നിലയ്ക്ക് പറയും. ഇതൊക്കെ ഇപ്പോ എന്താണ്? ഈ ഏറ്റവും സ്വരീഹായ വസ്ഫാണ്. ജറഹിന്റെ മർത്തബകളിൽ ഏറ്റവും മോശമായ മർത്തബയാണ്. പിന്നെ റുക്കുൽ കദിബ് നഹ്വി ദാലിക, അതുപോലത്തെ വാചകങ്ങള് കൊണ്ട് ഇബാറത്തിടുക. സുമ്മ ദജ്ജാലു, പിന്നെ അക്ദബിന്നാസിയിലേക്ക് അത്ഫാക്കാണെങ്കിൽ സുമ്മ ദജ്ജാലിൻ, പിന്നെ ദജ്ജാല് എന്ന് പോലെ. പിന്നെ ഔ വല്ലാഹിൻ, അല്ലെങ്കിൽ വല്ലാഹു എന്ന് പറയും പോലെ. ഹദീസുകൾ ധാരാളം വധ ചെയ്യുന്ന ആളാണ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന ആളാണെന്ന്, അല്ലെങ്കിൽ വഞ്ചകനാണെന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ ഔ കദ്ദാബിൻ, ആള് കദ്ദാബാണ് എന്നൊക്കെ ഉള്ള സീഗകള് ഇബാറത്തിൽ ഇടുക. പിന്നെ അപ്പം ഔ വല്ലാഹിൻ ഔ കദ്ദാബിൻ എന്നിപ്പോ മുസന്നിഫ് ഇവിടെ പറഞ്ഞു. അതെന്തിനാ? അത് അക്ദബ് എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്സീൽ മുബാലഗത്തിന് കിട്ടുമല്ലോ. പിന്നെ വല്ലാഹും കദ്ദാബും മുബാലഗത്തിന്റെ മേൽ, അത് മുബാലഗത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ എന്ത്, ഈ വല്ലാഹു കദ്ദാബ് എന്നതിനെ പിന്തിച്ചിട്ട് അക്ദബിന്നാസ് എന്നുള്ളതിനെ മുന്തിച്ച് പറഞ്ഞ എന്തിനാ? അതിനാണ് ഇല്ലത്ത് മുസന്നിഫ് ഇവിടെ പറയുന്നത്. ഇല്ല അന്നഹ, ഈ വല്ലാഹു കദ്ദാബ് എന്നുള്ളത് ഇൻകാന ഫീഹ, അതിൽ ഉണ്ടായാലും ശരി, നൗ മുബാലഗത്തിൻ, പിന്നെ ഒരു മുബാലഗത്തിന്റെ ഇനം അതിനകത്തുണ്ടെങ്കിലും, കാരണം ഫഅാലു വസ്ന് ഒക്കെ എന്താണ് മുബാലഗത്തിന്റെ സീഗകളാണല്ലോ. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും ലാക്കിന്നഹ, അത് ദൂനല്ലത്തി ഖബലഹ, അതിന് മുമ്പുള്ളതിന്റെ താഴെയാണ്. അപ്പോ അക്ദബ് എന്നതിന്റെ താഴെയാണ് വല്ലാഹു എന്നുള്ളത്, വല്ലാഹു എന്നതിന്റെ താഴെയാണ് എന്ത്? കദ്ദാബ് എന്നുള്ളത്. അങ്ങനെ വരും. പിന്നെ അസ്ഹലുഹ, എന്നാൽ ഈ ജറഹിന്റെ മർത്തബകളിൽ ഏറ്റവും സഹിലായത്, താന്ന മർത്തബ, ജഹലിന്റെ മർത്തബ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ അൽഫാദുകളിൽ ഏറ്റവും താഴ്ന്ന ഈ അൽഫാദ്, അസ്ഹലുഹ എന്നിട്ട് ആ ഹായ തഫ്സീർ ചെയ്യാണ്. അൽഫാദി ദാലത്തി അലൽ ജർഹി, ജർഹിന്റെ മേൽ അറിയിക്കുന്നതായ അൽഫാദുകളിൽ ഏറ്റവും സഹിലായ പദം കൗലുഹും, അവര് പറയലാണ്, ഫുലാനുൻ ലയ്യിനുൻ, റിവായത്തിൽ ആ ഫുലാന് ലയ്യനാണ്. പിന്നെ ഔ സയ്യിഉൽ ഹിഫ്ളി, അല്ലെങ്കിൽ ഹിഫ്ള് മോശമായ ആളാണ്. ഔ ഫീഹി അദിനാ മക്കാലിൻ, അല്ലെങ്കിൽ അയാളിൽ ഒരു താഴ്ന്ന ആക്ഷേപമുണ്ട്, അദിനാ മക്കാലുണ്ട്, എന്തോ ഒരു ആക്ഷേപമുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ ഇപ്പം ജറഹിൽ ഏറ്റവും താഴ്ന്ന സഹലായ വാചകങ്ങളാണ്. അതുപോലെ ബൈന അസ്വഹിൽ ജറഹി വ അസ്ഹലിഹി,
ജറഹിന്റെ ഏറ്റവും മോശമായ രൂപത്തിന്റെയും അസ്ഹലിഹി അതിന്റെ താഴ്ന്ന രൂപത്തിന്റെയും സഹലായ രൂപത്തിന്റെയും ഇടയിലുണ്ട്. രണ്ട് പദങ്ങളുടെയും ഇടയിലുണ്ട് മറാത്തിബു. അവിടെയും കുറെ മർത്തബകളുണ്ട്. ലാ യഖ്ഫ ഖഫി അല്ലാത്ത കുറെ മർത്തബകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൗലും അപ്പോൾ അവരുടെ ഈ ജർഹ് തഅദീൽ പറയുന്ന ആളുകളുടെ വാക്ക് മത്റൂഖുൻ ഔ സാഖിത്തുൻ ഔ ഫാഹിഷുൻ ഔ ഫാഹിഷുൽ ഖലത്തി ഔ മുൻകറുൽ ഹദീസി എന്നൊക്കെ പറയുന്ന ഈ വാചകങ്ങൾ അശദ്ദു അത് കുറച്ചുകൂടെ ശുദ്ധത്താണ് മിൻ ഖൗലിഹിം അവരുടെ വാക്കിനേക്കാൾ വഈഫുൻ ഔ ലൈസ ബിൽ ഖവിയ്യി ഔ ഫീഹി മഖാലുൻ ആള് വഈഫാണ് അല്ലെങ്കിൽ ഖവിയല്ല അല്ലെങ്കിൽ ആളിനെ കുറിച്ച് ഒരു സംസാരമുണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാളും അശദ്ദാണ് എന്ത് മുൻകറുൽ ഹദീസാണ് ഫാഹിഷുൽ ഖലത്താണ് സാഖിത്താണ് അല്ലെങ്കിൽ മത്റൂഖാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജറഹിന്റെ ഏറ്റവും മോശമായ പദങ്ങളുടെയും ഇബാറത്തിടുന്ന ആ ഇബാറത്തുകളുടെയും അതിന്റെ സഹിലായ ഇബാറത്തുകളുടെയും ഇടയിൽ എന്താണ് ഖബിയല്ലാത്ത മറാത്തിബകൾ ഉണ്ട്. ഇനി വമിനൽ മുഹിമ്മി മുഖ്യമായതിൽപ്പെട്ടതാണ് ഐദൻ വീണ്ടും മഅരിഫത്തു മറാത്തിബി തഅദീലി അതുപോലെ തഅദീലിന്റെ മറാത്തിബുകളെയും അറിയണം. ഇതിപ്പോൾ നമ്മൾ ജറഹിന്റെ മറാത്തിബുകളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തഅദീലിന്റെ മറാത്തിബുകളെയും അറിയണം. അതായത് റാവിയുടെ സിഖത്തും നീതിയും ഒക്കെ നോക്കുക. വഅർഫഉഹ ആ മർത്തബ തഅദീലിന്റെ മറാത്തിബുകളിൽ ഏറ്റവും ഉയർന്ന മർത്തബ അൽ വസ്ഫു അറിയണമാണ് ഐദൻ വീണ്ടും ജറഹിൽ പറഞ്ഞതുപോലെ ബിമാദല്ല അലൽ മുബാലഗത്തി ഫീഹി ആ തഅദീലിൽ ഉള്ള മുബാലഗത്തിന്റെ മേൽ അറിയിക്കുന്നതായ പദം കൊണ്ട് വസ്ഫു അറിയാം. വസ്റഹു ദാലിക അങ്ങനെ ഇബാറത്ത് ഇടുന്നതിൽ ഏറ്റവും ശരിയായ ഇബാറത്ത് അത്തഅബീറു ബി അഫ്അല നേരത്തെ ജറഹിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അഫ്അല ഇസ്മു തഫ്ദീലിന്റെ സിഗ കൊണ്ട് ഇബാറത്ത് ഇടലാണ്. ഏതുപോലെ ഔസഖിന്നാസ് ജനങ്ങളിൽ ഏറ്റവും ഉസൂഖുള്ള ആളാണ് എന്ന് പറയാം. ഔ അസ്ബത്തുന്നാസ് ജനങ്ങളിൽ ഏറ്റവും സുബൂത്തുള്ള ആളാണ്. അതുപോലെ തന്നെ വൈലൈഹിൽ മുന്തഹ ഫി തസബ്ബുത്തിൽ അയാളിലേക്കാണ് അതിന്റെ നിഹായത്ത് അറ്റം എന്ന് വെച്ചാൽ ഉറപ്പിച്ച് ഇത്രയും ഇതുപോലെ കാര്യങ്ങൾ പറയുന്ന ഒരാളില്ല എന്ന നിലയ്ക്ക്. പിന്നെ സുമ്മ തഅക്കദ പിന്നെ തഅക്കീദ് ചെയ്ത് പറയുന്ന ഒന്ന് ബി സിഫത്തിൻ മിന സിഫാത്തി ദാലത്തി അല തഅദീലി തഅദീലിന്റെ മേൽ അറിയിക്കുന്നതായ സിഫാത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സിഫത്ത് കൊണ്ട് തഅക്കീദ് ചെയ്ത് പറയുക. ഔ സിഫത്തൈനി അല്ലെങ്കിൽ രണ്ട് സിഫത്ത് കൊണ്ട് തഅക്കീദ് ചെയ്ത് പറയുക. ഏതുപോലെ കസിഖത്തിൻ സിഖത്തിൻ ആള് സിഖത്താണ് ഔ സബത്തിൻ എന്നിങ്ങനെ തഅക്കീദ് ചെയ്ത് പറ. ഔ സിഖത്തിൻ ഹാഫിളിൻ അല്ലെങ്കിൽ ഹാഫിളായ സിഖത്താണ്. ഔ ആദിലിൻ ലാബിത്തിൻ അല്ലെങ്കിൽ ലാബിത്തായ ആദിലാണ്. ഔ നഹ്വി ദാലിക അല്ലെങ്കിൽ അതുപോലെ ഉള്ളത് ഉള്ള തഅദീലിന്റെ മേലറിയിക്കുന്ന പദങ്ങൾ പറയാം. പിന്നെ വാദിനാഹ എന്നാൽ ആ തഅദീലിന്റെ ഇബാറത്തുകളിൽ സീകളിൽ ഏറ്റവും താഴ്ന്നത് ഒന്നാണ് അഷ്അറ ബിൽ ഖുർബി മിൻ അസ്ഹലി തജ്രീഹിന്റെ ഏറ്റവും സഹലായ രൂപത്തിനോട് ഒരു ഖുർബുള്ളതായ ഖുർബിന്റെ മേലെ അറിയിക്കുന്നതായ പദങ്ങളാണ്. ഏതുപോലെ ഷെയ്ഖിൻ ആള് ഷെയ്ഖാണ്. അതുപോലെ തന്നെ യുർവാ ഹദീസുഹു അയാളുടെ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടലുണ്ട്. പിന്നെ വയുഅ്തബറു ബിഹി അയാളെ പരിഗണിക്കപ്പെടലുണ്ട് എന്നൊക്കെ വനഹി ദാലിക അങ്ങനെയുള്ള വാചകങ്ങൾ. അപ്പോൾ ബൈന ദാലിക ഇതിന്റെയും ഇടയിലുണ്ട് എന്ത് മറാത്തിബു ലാ യഖ്ഫ ഈ തഅദീലിന്റെ അർഫ ആയ പദങ്ങളുടെയും അതുപോലെ അതിനെ ആയ പദത്തിന്റെ ഇടയിൽ മറാത്തിബു ലാ യഖ്ഫ ഉണ്ട്. ഖഫി അല്ലാത്ത മർത്തബകൾ അവിടെയുണ്ട്. വഹാദിഹി ഈ പറയുന്നത് അഹ്കാമു യതഅല്ലഖു ബിദാലിക ഈ ജറഹ് തഅദീലിന്റെ മസായിലുകളോട് തഅല്ലുക്കാകുന്ന അഹ്കാമുകളാണ് ഇനി ഈ പറയാൻ പോകുന്നത്. വദക്കർതുഹ അവകളെ നാം പറഞ്ഞു ഹുന ഇവിടെ പറഞ്ഞത് തക്മിലത്തൻ ലിൽ ഫായിദത്തി ഒരു ഫായിദയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്.
ഇനി പറയാൻ പോകുന്നു. ഈ ജറഹ് തഅദീലുമായിട്ട് ബന്ധപ്പെട്ട താലൂക്കായ വിഷയങ്ങളാണ്. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയുന്നു, പിന്നെ തുഖ്ബലു തസ്കിയത്തു, ഈ റാവികളെ തസ്കിയത്താക്കുമ്പോൾ ആ തസ്കിയത്ത് സ്വീകരിക്കപ്പെടും മിൻ ആരിഫിൻ ബി അസ്ബാബിഹ, ആ തസ്കിയത്തിന്റെ അസ്ബാബുകളെ കൊണ്ട് അറിയുന്ന ആളിൽ നിന്നാണ് ഈ റാവിയെ തസ്കിയത്ത് ചെയ്യലുണ്ടാകുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ആ തസ്കിയത്ത് സ്വീകരിക്കപ്പെടുന്നതാണ്. ലാമിൻ വൈരി ആരിഫിൻ, ആരിഫ് അല്ലാത്ത ആളിൽ നിന്നാണെങ്കിൽ അത് സ്വീകരിക്കല്ല. എന്തിനു വേണ്ടി? അല്ല പിന്നെ യുസക്കിയ ബി മുജറദി മാ യദ്ഹറു ലഹു ബിത്താഅൻ മിൻ ഗൈരി മുമാറസത്തിൻ, എന്തിനു വേണ്ടി? അയാൾ തസ്കിയത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി മുജറദി മാ യദ്ഹറു ലഹു, അയാൾക്ക് വാഹിറാകുന്ന പ്രകടമാകുന്ന ഒന്ന് മാത്രം കൊണ്ട്, ഇബ്തിദാഅൻ തുടക്കത്തിൽ, മിൻ ഗൈരി മുമാറസത്തിന് വലിയ ഈ റാവിയുമായിട്ട് വലിയ പരിചയങ്ങളും വഖ്തിബാറും അയാളെ പരീക്ഷിക്കുകയോ പരിചയപ്പെടുകയോ ഒന്നും ഇല്ലാതെ, ഇംതിഹാനൊന്നും ഇല്ലാതെ നിലയ്ക്ക് ഇബ്തിദാഅൻ തുടക്കം തന്നെ അയാൾക്ക് ലാഹിറാകുന്ന ഒരു വിഷയം വെച്ചിട്ട് ഇയാളെ ഈ പുകഴ്ത്തി പറയുക, തസ്കിയത്ത് ചെയ്യുക എന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ ആരിഫ് അല്ലാത്ത ആളിൽ നിന്ന് ആയിരിക്കണം, ആണെങ്കിലേ സ്വീകരിക്കുള്ളൂ. പിന്നെ അല്ല, ആരിഫിൽ നിന്ന് സ്വീകരിക്കുള്ളൂ, ആരിഫ് അല്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കൂല. ഇനി വലൗ കാനത്തി തസ്കിയത്തു സാദിറത്തൻ,